ഇന്നത്തെ നമ്മുടെ ടോപ്പിക് നാഷണൽ ലെവൽ എൻട്രൻസ് എക്സാംസ് ആണ്. സോ കുട്ടികൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള നാഷണൽ ലെവൽ എൻട്രൻസ് എക്സാംസ് എന്താണ്? സ്റ്റുഡൻസിന് പ്രിപ്പയർ ചെയ്യേണ്ട ടൈമാണ് ഇപ്പോൾ. കുറേയധികം എൻട്രൻസ് എക്സാമുകളുണ്ട്. അപ്പോൾ നമ്മളതിനെ ഒരു സെഗ്രിഗേറ്റ് ചെയ്തിട്ട് ഒരു പക്ഷേ സയൻസ് ഗ്രൂപ്പ് അതിൽ തന്നെ PCM ഫിസിക്സ് കെമിസ്ട്രി മാത്സ്, ഇനി PCB ഫിസിക്സ് കെമിസ്ട്രി ബയോളജി, പിന്നെ ഹ്യൂമാനിറ്റീസ് കോമേഴ്സ് എല്ലാ സ്ട്രീമുകൾക്കും ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനൊരു സ്ട്രീമാക്കി വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരു ഐഡിയ കിട്ടും എന്തൊക്കെയാണ് ഒരു എക്സാം എഴുതാനുള്ളത് എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. അപ്പം കുറേയധികം എൻട്രൻസ് എക്സാമുകളുണ്ട്. ഇതിൽ നമ്മൾ ഇന്ന് ഇപ്പോൾ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നാഷണൽ ലെവലിൽ നടക്കുന്ന എൻട്രൻസ് എക്സാമുകൾ. ഈ നാഷണൽ ലെവലിൽ നടക്കുന്ന എൻട്രൻസ് എക്സാം പ്രത്യേകതകൾ എന്ന് വെച്ചെങ്കിൽ ഇത് ഹൈലി കോമ്പറ്റീറ്റീവ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ഫീസിൽ ചിലപ്പോൾ ഒരു 5000 രൂപയൊക്കെയാണ് പെർ ഇയറിലൊക്കെ ഫീസ് വരുള്ളൂ. അപ്പോൾ പാരൻസിന് ഒട്ടും ബുദ്ധിമുട്ടിക്കാതെ നിങ്ങൾക്ക് പഠിക്കാം. പിന്നെ നിങ്ങൾ പഠിക്കുന്നതൊക്കെ ഇന്ത്യയിലത്തെ തന്നെ ഏറ്റവും മോസ്റ്റ് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലായിട്ടുള്ളത് തന്നെ നിങ്ങൾക്ക് പ്ലേസ്മെന്റ് കൺഫേംഡ് ആണ്. മിക്കവാറും ഗവൺമെന്റിൽ തന്നെ നിങ്ങളെ അബ്സോർബ് ചെയ്യും. അപ്പോൾ ഒരുപക്ഷെ ഗസറ്റഡ് ഓഫീസറായിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ ജോലി കിട്ടാനുള്ള പോസിബിലിറ്റീസ് പോലും ഉണ്ട്. അപ്പം ഈ നാഷണൽ ലെവൽ എൻട്രൻസ് എക്സാമിന് വളരെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് നന്നായിട്ട് പഠിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പെട്ടെന്ന് പറയുമ്പോൾ എഞ്ചിനീയറിംഗ് സ്ട്രീം എന്ന് പെട്ട കുട്ടികൾ പറയുന്ന ഒരു സ്ട്രീമാണ്. അതിന്റെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. അതിൽ എന്തൊക്കെയാണ് എൻട്രൻസ് എക്സാമ്പിൾ വരുന്നത് എന്നുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ജെഇയുടെ മെയിൻസ് തന്നെയാണ് വരുന്നത്. ജെഇയുടെ മെയിൻ എക്സാം വരുന്നത് ജാനുവരിയിലും അതിന്റെ എക്സാം ഉണ്ടാവും, അതുപോലെ തന്നെ ഫെബ്രുവരിയിലും ഇതിന്റെ എക്സാം ഉണ്ടാവും. അപ്പം പല കുട്ടികളും ചോദിക്കാറുണ്ട്, ഈ പറഞ്ഞ 2 എക്സാമുകൾ നിർബന്ധമായിട്ട് എഴുതേണ്ട എക്സാമുകളാണോ എന്നുള്ളത് ചോദിക്കാറുണ്ട്. അല്ല, നിർബന്ധമായിട്ട് എഴുതേണ്ടതല്ല. നമുക്ക് ഏതെങ്കിലും ഒരു എക്സാം എഴുതിയാൽ മതി. ഒന്നെങ്കിൽ ജനുവരിയിലത്തെ എക്സാമോ അല്ലെങ്കിൽ ഏപ്രിലത്തെ എക്സാമോ എഴുതിയാലും മതി. അതിൽ നിങ്ങൾക്ക് ഏതിലാണ് കൂടുതൽ മാർക്ക് ആ മാർക്കായിരിക്കും കൗണ്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇപ്പൊ നിങ്ങൾ ജനുവരിയിലത്തെ എക്സാം എഴുതിയില്ല, ഏപ്രിൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ എന്ന് കരുതാണെന്നുണ്ടെങ്കിൽ ആ ഏപ്രിലത്തെ എക്സാമിന്റെ മാർക്ക് തന്നെയാണ് അവർ കൗണ്ട് ചെയ്യുള്ളൂ. അപ്പം 2 എക്സാമും എഴുതാനായിട്ട് ഞാൻ മിക്കവാറും കുട്ടികൾ പറയാറുണ്ട്. സോ ദാറ്റ് ജനുവരി സമയത്ത് അവരുടെ ഒരു ഫസ്റ്റ് എൻട്രൻസ് എക്സാം ആയിരിക്കും എഴുതുന്നുണ്ടായിരിക്കുക. ഒരു പ്രാക്ടീസ് അവർക്ക് കിട്ടും, ടൈം മാനേജ്മെന്റ് കിട്ടും. അതുകൊണ്ട് ജനുവരിയിലത്തെ എക്സാം ഒരു എക്സ്പെരിമെന്റ് എന്നുള്ള പോലെ എഴുതുകയും ഏപ്രിൽ വരെ സമയത്ത് ഏപ്രിൽ ഓൾറെഡി +2 എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് അവർക്ക് ഫ്രഷ് ആയിട്ട് പുതിയ എൻട്രൻസ് എക്സാം പ്രിപ്പയർഡ് ആയിട്ട് അവർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടാണ് ചെയ്യേണ്ടത്. ഇതിന്റെ എനിക്ക് ജനുവരിയിലേക്കുള്ള എൻ്റെ ഓൾറെഡി നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു. അപ്പം നിങ്ങൾക്ക് എക്സാമുകൾ എഴുതാൻ്റെ അപ്ലൈ ചെയ്യേണ്ട സമയങ്ങളായിട്ടുണ്ട്. അതിന്റെ പ്രിപ്പറേഷനായിട്ട് മുന്നോട്ട് പോയിട്ട് ജനുവരിയിലത്തെ എക്സാം എഴുതുക, ഈ പറയുന്ന ജെഇ മെയിൻ്റെ. പിന്നെ അവർക്ക് ജെഇ മെയിൻ്റെ 2ാമത്തെ എക്സാമുകൾ അത് ഓപ്ഷണലാണ്, അത് ഏപ്രിൽ വരുന്നുണ്ട്. ആ എക്സാം അവർക്ക് എഴുതാവുന്നതാണ്. ഈ എക്സാമുകൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടാൻ ചാൻസ് ഉള്ള പോസിബിലിറ്റീസ് ഉള്ള ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ NIT ആണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട്. അതിൽ നമുക്ക് കേരളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോഴിക്കോടാണ് അതിന്റെ ഒരു സെന്റർ ഉള്ളത്. വേറെ സെന്റേഴ്സ് ഇല്ല. പക്ഷേ ഇന്ത്യയിൽ ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. ധാരാളം ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ തന്നെയാണ്. പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു സ്ഥാപനം തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നത് IIIT ഇൻഫർമേഷൻ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പം അതും എഞ്ചിനീയറിംഗിന്റെ നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിന്റെ പോലെ തന്നെ സ്ട്രീം തന്നെയാണ്. പക്ഷേ അതിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കമ്പ്യൂട്ടർ സയൻസ് മാത്രമേ, ഇൻഫർമേഷൻ ടെക്നോളജി മാത്രമേ അതിൽ പഠിക്കുന്നുണ്ടായിരിക്കുള്ളൂ. അതും വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളതാണ്. ഏകദേശം 31ഓളം സ്ഥാപനങ്ങൾ ഇന്ത്യയിലുണ്ട്. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതൊക്കെ ഹൈദരാബാദിലൊക്കെയാണ് അതിന്റെ സ്ഥാപനങ്ങളൊക്കെ എടുക്കുന്നത്. അത് ഡെഫിനറ്റ്ലി കുട്ടികൾക്ക് അച്ചീവ് ചെയ്യാവുന്നതാണ്. ഇനി IITകളിലേക്ക് അപ്ലൈ ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ജെഇ മെയിനിന് ശേഷം ജെഇ അഡ്വാൻസും കൂടി അവർക്ക് എഴുതണം. അപ്പം ജെഇ അഡ്വാൻസ് എഴുതണമെങ്കിൽ ജെഇ മെയിൻസിൽ എലിജിബിൾ ആയ കുട്ടികൾക്ക് മാത്രമേ അഡ്വാൻസ് എഴുതാനായിട്ട് പറ്റുള്ളൂ. അതിന്റെ എക്സാമിന് സമയമുണ്ട്. അത് നമുക്ക് ഏകദേശം ഒരു ജൂൺ ഒക്കെ ആകുമ്പോഴേക്കായിരിക്കും അതിന്റെ എക്സാമുകൾ നടക്കുന്നുണ്ടായിരിക്കുക. ആ എക്സാമും കൂടിയും ചെയ്ത് അതിൽ നല്ല മാർക്കുകൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് IITകളിൽ നമുക്ക് അഡ്മിഷൻ കിട്ടും. നമ്മൾ ഈ നാഷണൽ ലെവലുള്ള എക്സാമുകൾ എഴുതുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ജോലിക്ക് പറ്റിയിട്ട് വറി ചെയ്യേണ്ട കാര്യങ്ങളില്ല. ഫീസ് വളരെ കുറവായിരിക്കും. ഇവൻ ജനറൽ ആണെങ്കിലും SC/ST ആണെങ്കിലും അല്ലെങ്കിൽ അതർ കാസ്റ്റുകളൊക്കെ ആണെങ്കിലും ഫീസുകൾ വളരെ കുറവായിരിക്കും. പക്ഷേ കേരളത്തിൽ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന അവസരങ്ങൾ ചിലപ്പോൾ അത്രമാത്രം ഉണ്ടായിക്കൊള്ളുന്നില്ല. കാരണം ഇത് ഓൾ ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ളതായിട്ട് തന്നെ നമുക്ക് ഇന്ത്യയിൽ പല ഭാഗങ്ങളിലായിരിക്കും നമുക്ക് ഇതിന്റെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടായിരിക്കുക. അപ്പൊ ഈ ജെഇയുടെ എക്സാമുകൾ ഏതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ PCM സ്റ്റുഡൻസിന് ഒരു നല്ല സ്റ്റാർട്ടായിരിക്കും. നാഷണൽ ലെവൽ എക്സാംസിന്റെ സ്കോഴ്സ് വെച്ചിട്ട് കേരളത്തിലത്തെ കോളേജസിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും? ഇല്ല, കേരളത്തിലേക്ക് ആയിട്ട് കേരളത്തിലുള്ള സംസ്ഥാന ഗവൺമെന്റ് അണ്ടറിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ
കീം എന്നുള്ള എക്സാമുകളാണ് എഴുതേണ്ടത്. നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ കൂടുതലും ഈ സ്റ്റേറ്റ് ലെവലിലുള്ള എക്സാമുകൾ പറയുന്നില്ല. പക്ഷേ നമ്മൾ ചോദിച്ച നിലയ്ക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ കേരളത്തിലേക്കായിട്ട് കീമിന്റെ എക്സാമുകളാണ് അതിലേക്ക് വേണ്ടി വരുന്നത്. പിന്നെ നമുക്ക് നാഷണൽ ലെവലിലേക്ക് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ IMU SATയുടെ നമുക്ക് ഈ പറഞ്ഞ പോലെ മറൈൻ എഞ്ചിനീയറിംഗിന്റെ ഒരു കോഴ്സ് വരുന്നുണ്ട്. ആ കോഴ്സിന് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള എൻട്രൻസ് എക്സാമുകളുണ്ട്. മറൈൻ എഞ്ചിനീയറിംഗ് താല്പര്യമുള്ള കുട്ടികൾക്ക് അതിരിക്കണം ഒറീസയിലോ മറ്റോ ആണെന്ന് തോന്നുന്നു. കേരളത്തിലല്ല അതിന്റെ സ്ഥാപനം വരുന്നത്. അത് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാം തന്നെയാണ്. പിന്നെ ഇവർക്ക് എടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചെങ്കിൽ ഈ കുട്ടികൾക്ക് PCM ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആർക്കിടെക്ചറിന്റെ അവർക്ക് ചെയ്യാമല്ലോ. ആർക്കിടെക്ചറിന്റെ അതുണ്ട്. പക്ഷെ അതിന് സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം ആണ്. അതിന് നാറ്റയുടെ എൻട്രൻസ് എക്സാം ആണ് വരുന്നത്. അതും അതിനൊന്നും നമുക്ക് ഈ ടൈമിങ്ങിന്റെ പ്രശ്നങ്ങൾ വരുന്നില്ല. ഏകദേശം ഏപ്രിലിൽ നിങ്ങളുടെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അതിന്റെ നോട്ടിഫിക്കേഷനും സംഭവങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കും. അതിന് നമുക്ക് സമയമുണ്ട്. നാറ്റർ എൻട്രൻസ് എക്സാം നമുക്ക് എഴുതാവുന്നതാണ്. ഈ നാറ്റർ എൻട്രൻസ് എക്സാമിൽ നമ്മൾ JEE വ്യത്യസ്തമായിട്ട് നമുക്ക് ഒരു കുറച്ച് ഡിസൈൻ ബേസ്ഡ് ആയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ചോദിക്കുന്നുണ്ടായിരിക്കുക. നമ്മൾ JEE കാര്യം നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ പറയാൻ വിട്ടുപോയെന്ന് എനിക്കറിയില്ല. അതിൽ നമ്മുടെ ബേസിക്സ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം. നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയും മാത്സിലും ഒരു 8ാം ക്ലാസ് മുതലുള്ള നമ്മളുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആണെങ്കിലാണ് നമുക്ക് ബേസിക്കലി എൻട്രൻസിനെ ക്ലിയർ ചെയ്യാനും മുന്നോട്ട് പോകാനുള്ള ഓപ്ഷൻസ് കിട്ടുന്നത്. ഈ പറഞ്ഞ സ്ഥാപനങ്ങളിലൊക്കെ നിങ്ങളുടെ എൻട്രൻസിന്റെ എക്സാമിന്റെ റിസൾട്ടിന്റെ മാത്രം ബേസിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത്. നിങ്ങൾക്ക് +2 നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ഒരു പരിധി വരെ അത്ര ഇമ്പോർട്ടന്റ് അല്ല. നിങ്ങൾക്ക് 50% മാർക്ക് ഉണ്ടാവണം എന്നുള്ളത് ഡെഫിനറ്റ്ലി ആണ്. SC/ST ആണെങ്കിൽ 40% എന്നുള്ളതാണ്. പക്ഷേ ജനറൽ കാറ്റഗറിക്ക് 50% മാർക്ക് ഉണ്ടായാൽ പോലും അവർക്ക് എൻട്രൻസിൽ എഴുതാം. എൻട്രൻസ് അറ്റംപ്റ്റ് ചെയ്ത് എൻട്രൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മറ്റ് മാർക്കുകൾക്കൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പോൾ അത് കാരണം നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നുള്ളത് വളരെ ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് JEE ക്ലിയർ ചെയ്യാൻ പറ്റും. പക്ഷെ ആർക്കിടെക്ചറിന് വരുമ്പോൾ അത്രമാത്രം ഇമ്പോർട്ടൻസ് അതിന് വരുന്നില്ല. ആർക്കിടെക്ചർ ചുറ്റും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു പാഷൻ, വരയ്ക്കാനുള്ള സ്കില്ല്, നമുക്കൊരു ഇമാജിനറി ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ എക്സാക്ട്ലി ക്രിയേറ്റിവിറ്റി വളരെയധികം ആൾക്കാർക്കാണ് ഈ പറഞ്ഞ പോലെ ആർക്കിടെക്ചർ കോഴ്സിന് പോകാൻ വരുന്നത്. 5 വർഷമാണ് ഡ്യൂറേഷൻ വരുന്നത്. പല ഗവൺമെന്റ് വാല്യുവേഷനും ഈ പറഞ്ഞ പോലെ BRക്കാരുടെ സിഗ്നേച്ചറിൽ മാൻഡേറ്ററി ആണ്. സോ കൺഫേംഡ് ആയിട്ടുള്ള ജോലി കിട്ടാനുള്ള ഓപ്ഷൻസ് അതിനകത്തുണ്ട്. ഇതിൽ ഒരു പേപ്പർ കൂടി ഉണ്ട്. നമ്മൾ നാറ്റയുടെ കേസ് പറഞ്ഞ പോലെ തന്നെ ഓപ്ഷനിലാണ് നാറ്റയുടെ എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് JEE തന്നെ മെയിൻസിലെ നമ്മൾ സാധാരണ എഴുതുന്നത് പേപ്പർ 1 എഴുതുന്നത്, അതിൽ പേപ്പർ 2 പേപ്പർ ഉണ്ട്. അത് ഈ ആർക്കിടെക്ചർ സ്റ്റുഡൻസിനുള്ളതാണ്. ആ എക്സാം എഴുതി കഴിഞ്ഞാലും നമുക്ക് ബേസിക്കലി ഈ പറഞ്ഞ പോലെ കോളേജുകളിൽ അഡ്മിഷൻ ആയിട്ട് കിട്ടും. ഈ നോർമൽ നാഷണൽ ലെവൽ ടെസ്റ്റുകൾ കൂടാതെ എനിക്ക് തോന്നുന്നു ഡീംഡ് യൂണിവേഴ്സിറ്റിക്ക് അവരുടേതായ സെപ്പറേറ്റ് എൻട്രൻസ് എക്സാംസ് ഉണ്ട്. അതെ. ഇന്ത്യയിൽ ധാരാളം ഡീംഡ് യൂണിവേഴ്സിറ്റികളുണ്ട്. എങ്കിലും പ്രോമിനന്റ് ആയിട്ടുള്ള കുറച്ച് യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബിറ്റ്സ് പിലാനി, അല്ലെങ്കിൽ SRM, ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി, അമൃത, MIT, ലൈക്ക് ജെയിൻ യൂണിവേഴ്സിറ്റി, ഇതൊക്കെയാണ് വളരെ വലിയ പ്രൈവറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത്. ഈ യൂണിവേഴ്സിറ്റീസിന്റെ ഒരുപക്ഷെ അവർ ലാബൊക്കെ ഒരു കൊടുക്കുന്ന IIT കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഏകദേശം IIT ലെവലിൽ തന്നെയുള്ള ഒരു റെക്കഗ്നീഷൻ കിട്ടുന്നുണ്ട്. പക്ഷെ നാഷണൽ ലെവൽ എക്സാമുകളൊന്നും അല്ല അവർക്ക് നടക്കുന്നത്. അവർക്ക് ആ കോളേജുകളുടെ ബേസ്ഡ് ആയിട്ടുള്ള എൻട്രൻസ് എക്സാമുകൾ, ഇപ്പോൾ VITയുടെ ഒക്കെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള എൻട്രൻസ് എക്സാമുകളാണ്. ആ എക്സാമുകളിലൊക്കെ എഴുതി നമുക്ക് പാസ്സാവാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന കോളേജുകളിലും പഠിക്കാൻ പറ്റും. പക്ഷേ ഐ വുഡ് സേ ലൈക്ക് എൻട്രൻസ് എക്സാമിന് ടഫ്നെസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ JEE ടഫ്നെസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പം ബേസിക്കലി കുട്ടികൾക്ക് അത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. നമ്മളുടെ ഫോക്കസ് ഇന്ന് നാഷണൽ എക്സാംസ് ആയിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഇങ്ങനത്തെ പ്രൈവറ്റ് അല്ലെങ്കിൽ ഡീംഡിന്റെ കാര്യങ്ങൾ അധികം സംസാരിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ ധാരാളം കോളേജുകൾ അവൈലബിൾ ആണ്. എന്താണ് ഈ ഐസർ എക്സാം? ഐസർ നമുക്ക് ബേസിക്കലി ഈ പറഞ്ഞ PCM എടുത്ത കുട്ടികൾക്ക് അവർക്ക് റിസർച്ചിനൊക്കെയാണ് താല്പര്യം. ഗോയിങ് ഇൻ ടു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ മെക്കാട്രോണിക്സ്, റോബോട്ടിക്സ്, ആ ഒരു ഭാഗത്തേക്ക് അല്ലാതെ അവർക്ക് ബേസിക്കലി റിസർച്ച് ആണ് കൂടുതൽ താല്പര്യം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ റിസർച്ചിന് പോകാനുള്ള ഓപ്ഷനാണ്. അപ്പം ഈ ഐസർ ബേസിക്കലി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, അതും ഈ 5 വർഷത്തെ ഒരു കോഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് IIT എൻട്രൻസ് എക്സാം ഉണ്ട്. നമുക്ക് റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള ഗവൺമെന്റ് പ്രൊജക്ടുകളിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാനായിട്ടുള്ള ഒരു നല്ലൊരു അവസരമാണ്. അതും വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാം ആണ്. അപ്പോൾ കുട്ടികൾ മാത്സ് എടുത്തു എന്നുള്ളത് കൊണ്ട് അവർ എഞ്ചിനീയർ തന്നെ ആവുന്ന നിർബന്ധമൊന്നുമില്ല. അതിൽ നല്ലതോ അല്ലെങ്കിൽ കുറച്ചും കൂടി റിസർച്ച് ബേസ്ഡ് ആയിട്ട് കുട്ടികൾക്ക് നോക്കാവുന്ന ഓപ്ഷനാണ് ഐസറിന്റെ ഓപ്ഷൻസ് ഉള്ളത്. ക്രിയേറ്റീവ് സ്റ്റുഡൻസ് ആർക്കിടെക്ചർ അല്ലെങ്കിൽ പിന്നീട് അവർക്കുള്ള ഓപ്ഷനാണ് ഫാഷൻ ഡിസൈൻ. അതിനുള്ള നാഷണൽ എക്സാംസ് അത് വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാം ആണ്. അത് എന്ന് പറയുന്നത് 2 എക്സാമുകളാണ്. 2 മെയിൻ ആയിട്ട് എൻട്രൻസ് എക്സാമുകൾ വരുന്നത്. ഒന്ന് NIDയുടെ വരുന്നത്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിന്റെ വരുന്നുണ്ട്. അതുപോലെ തന്നെ NIFT വരുന്നുണ്ട്, നാഷണൽ ഫാഷൻ ടെക്നോളജി എന്ന് പറഞ്ഞിട്ട്. അതിൽ NIFTക്ക് എനിക്ക് കണ്ണൂരോ മറ്റോ ഒരു സ്ഥാപനം ഉണ്ടെന്ന് തോന്നുന്നു. വളരെ ഉന്നത നിലവാരം പുറത്തുനിന്ന് സ്ഥാപനങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കേരളത്തിൽ തന്നെ കിട്ടിക്കൊള്ളാൻ നിർബന്ധമില്ല. അപ്പൊ ഈ പറഞ്ഞ ഇന്ത്യയിൽ മുഴുവനായിട്ട് നമുക്ക് ഓപ്ഷൻസ് വരുന്നുണ്ട്. ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഡിസൈനിൽ സ്ട്രെങ്ത് എത്രമാത്രം ഉണ്ടെന്നുള്ളതാണ്
അവർ നോക്കുന്നത്. ഫാഷൻ മാത്രമല്ല, ഫാഷന്റെ കാര്യങ്ങൾ പോലെ തന്നെ ഈ അർബൻ ടൗൺ പ്ലാനിങ്ങും ഇങ്ങനത്തെ കാര്യങ്ങളിലും ഈ പറഞ്ഞ പോലെ ലാൻഡ്സ്കേപ്പ് കുറേയധികം ഓപ്ഷൻസ് അവരുടെ മുമ്പിലുണ്ട്. ഗവൺമെന്റ് ഇപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് കുറെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. അപ്പം ഓപ്ഷൻസ് ധാരാളമുണ്ട്. ചെറിയ പൈസയ്ക്ക് പഠിക്കാം, വലിയ ശമ്പളത്തിന് നമുക്ക് ജോലി ചെയ്യാം. വിത്ത് ഗസറ്റഡ് ഓഫീസർ തന്നെ നിങ്ങൾക്ക് ജോലികൾ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു 2 എൻട്രൻസ് എക്സാമുകളാണ്. അപ്പം ഇത് ക്രാക്ക് ചെയ്യാനായിട്ട് ഇതിന്റെ വേറെ ഗുണം വെച്ചെങ്കിൽ ഇത് സയൻസ് സ്റ്റുഡൻസിന് മാത്രമല്ല കേട്ടോ, ഇത് ഓൾ സ്ട്രീംസ് ആണ്. അതായത് കോമേഴ്സുകാർക്കും ഹ്യൂമാനിറ്റീസുകാർക്കും സയൻസുകാർക്കും PCM-ഉം PCB-യോ ആരാണെങ്കിലും അവർക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ആപ്റ്റിറ്റ്യൂഡാണ് കൂടുതൽ ചോദിക്കുന്നതെങ്കിൽ കൂടിയും മാത്സിന്റെ ഒരു ടച്ച് ഉണ്ടാവണം കേട്ടോ. ഇങ്ങനത്തെ എക്സാമുകളൊക്കെ ഏത് കോമ്പറ്റീവ് എക്സാം ആണെന്നുണ്ടെങ്കിലും മാത്സ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് എലമെന്റ് തന്നെയാണ്. ആർമി, ഡിഫൻസ്, എയർഫോഴ്സ്, എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിൽ നിന്ന് അത്രയ്ക്കും ആപ്ലിക്കൻസ് ഇല്ലെങ്കിൽ കൂടി നോർത്ത് ഇന്ത്യയിൽ ഇത് വളരെ വളരെ പോപ്പുലർ ആണ്. എനിക്ക് തോന്നുന്നു ഓരോ ഫാമിലിന്നൊക്കെ വരെ ചിലപ്പോൾ 1-2 പേരുണ്ടാവും. അതെ, NDA എക്സാം ആണെന്ന് പറയാം. NDA നാഷണൽ ഡിഫൻസ് അക്കാദമി എന്ന് പറഞ്ഞെങ്കിൽ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരളത്തിൽ നിന്ന് അധികം കുട്ടികൾ കുറവാണ് NDAയിലേക്ക് പോകുന്നത്. ഒരുപക്ഷെ ഈ സൈനിക സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ KVയിൽ പഠിക്കുന്ന കുട്ടികൾ അവർക്ക് കുറച്ച് അവയർനെസ് ഉണ്ടായിരിക്കാം. ഇപ്പം നമ്മുടെ പട്ടാളത്തിൽ നോക്കുകയാണെങ്കിൽ തന്നെ മലയാളികൾ കുറവാണ്. പണ്ട് കാലത്തൊക്കെ ഇന്ത്യൻ എയർഫോഴ്സ് IAF എന്നാണ് പറഞ്ഞിരുന്നത് തോന്നുന്നു. അത് ഞാൻ തമാശക്ക് പറഞ്ഞെങ്കിൽ ഇന്ത്യൻ നായർ ഫോഴ്സസ് എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. അത്രമാത്രം മലയാളികൾ പണ്ട് ഉണ്ടായിരുന്നതാണ്. ഇപ്പൊ പക്ഷേ എനിക്കുണ്ടെങ്കിൽ വളരെ കുറച്ച് ഒരു 10% താഴെ മാത്രമേ ഈ പറഞ്ഞ സൗത്ത് ഇന്ത്യയിൽ തന്നെ വരുന്നുള്ളൂ. എസ്പെഷ്യലി കേരളത്തിൽ അതിനും കൊണ്ടും കുറവാണ്. അപ്പം ആ ഒരു സെഗ്മെന്റ് ഒക്കെ ഉണ്ട്. പലരും ഡ്രീമാണ് അതിലേക്ക് എത്താന്നുള്ളത്. അതിലേക്ക് NDA എക്സാം ആണ്. ഒരു ഓഫീസർ പട്ടാളത്തിൽ, അല്ലെങ്കിൽ നമ്മൾ പട്ടാളം എന്ന് പറയുമ്പം ആർമി, നേവി, എയർഫോഴ്സ്, ഇതിൽ നമുക്ക് ഓഫീസർ തസ്തികയിൽ നമുക്ക് ജോലി കിട്ടണമെങ്കിലാണ് നമുക്ക് ഈ പറഞ്ഞ NDA എക്സാം എഴുതേണ്ടത്. NDA എക്സാം കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ഇന്റർവ്യൂ ഉണ്ടാവും. SSB ഇന്റർവ്യൂ ഉണ്ടാവും. ടഫാണ്. അപ്പൊ നമ്മൾ റിയലി പ്രിപ്പയർഡ് അല്ലാന്നുണ്ടെങ്കിൽ അതൊന്നും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിന്റെ ഒരു ഓപ്ഷൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ആർമിയിൽ നമുക്ക് എല്ലാ സ്ട്രീംസിനും അവൈലബിൾ ആണ്. നമുക്ക് ഈ പറയുന്ന എല്ലാ പൊസിഷനും അപ്ലൈ ചെയ്യാം. പക്ഷെ ആ സമയം എയർഫോഴ്സിലും നേവിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് PCM വേണം. മാത്സ് നമുക്ക് നിർബന്ധമായിട്ടും വേണ്ടതാണ്. അവർക്ക് അത് ചെയ്യാവുന്നതാണ്. അതിൽ തന്നെ പൈലറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് പൈലറ്റ് ആകാൻ പറ്റുന്ന ഓപ്ഷൻസ് ഒക്കെയാണ് ഉള്ളത്. അതിൽ നമ്മൾ എയർഫോഴ്സിൽ നമ്മൾ ചേരുന്ന സമയത്ത് നമുക്ക് മാത്സ് PCM-ലാണ് നമുക്ക് മാത്സിന്റെ എലിജിബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന NDA എക്സാമും അതുപോലെ തന്നെ SSB ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഗവൺമെന്റ് നോക്കിക്കൊള്ളും. അപ്പം അതും ഒരു സൂപ്പർ ആയിട്ടുള്ള അവസരങ്ങളാണ്. ഇതാണ് NDA ഓപ്ഷൻ. NDA ഓപ്ഷനിൽ അപ്പോൾ എല്ലാ സ്ട്രീമർക്കും പോയെങ്കിൽ യെസ്, ആർമിയിൽ എല്ലാവർക്കും എല്ലാ സ്ട്രീമർക്കും പോകാൻ പറ്റും. ഇത് ഓഫീസേഴ്സ് ആണ് പറഞ്ഞ കേട്ടോ. ഇതിന് ഇനി സാധാരണ നോർമൽ കുറച്ചുകൂടി ഈ പറഞ്ഞ പോലെ ഒരു സോൾജേഴ്സ് ലെവലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അഗ്നിവീർ എന്നുള്ള സംഭവങ്ങളൊക്കെ അതിന് 10th ഡിപ്ലോമ അങ്ങനത്തെ ആവശ്യമുള്ളൂ. അപ്പൊ അതൊരു വലിയൊരു ഈ പറയുന്ന ലെവലിലുള്ള ഒരു ടഫ്നെസ് ഉള്ള എക്സാമുകളല്ല. പക്ഷെ NDA എക്സാമുകൾ SSB ഇന്റർവ്യൂ എന്ന് പറഞ്ഞെങ്കിൽ ടഫ് ആയിട്ടുള്ള തന്നെയാണ്. ഒരു പക്ഷേ കുട്ടികൾക്ക് ഒറ്റയ്ക്ക് അത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന വരില്ല. ഒരു സപ്പോർട്ട് അവര് എടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് ഒക്കെ കൂടുതൽ കിട്ടും. പക്ഷെ ഈ പറഞ്ഞ പോലെ അതിന്റെ കോച്ചിങ് ഒക്കെ വേണ്ടി വന്നേക്കാവുന്നതാണ്. ആർമിയിൽ ഡോക്ടർ ആവാനും നേഴ്സ് ആവാനും NDA എക്സാം തന്നെയാണോ? ഡോക്ടർ ആവാനായിട്ട് അവർക്ക് നീറ്റിന്റെ എക്സാം ക്ലിയർ ചെയ്യണം. നേഴ്സ് ആവാനായിട്ട് ഈ എയിംസിൽ അല്ല, ആർമിയിൽ നമുക്ക് ബേസിക്കലി വേറെ ടെസ്റ്റുകളില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ NDA ഇതിൽ കയറി പോകാൻ പറ്റുന്നതാണ്. ഓൾ ഇന്ത്യ മെഡിക്കലില് എയിംസിൽ നമുക്ക് നേഴ്സ് ആവണമെന്നുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം ഉണ്ട്. ഈ പൈലറ്റ് ഇപ്പോ ഈ പറഞ്ഞ പോലെ ഈ NDA എക്സാം ക്രാക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പൈലറ്റ് ട്രെയിനിങ് പ്രോഗ്രാം പ്രൈവറ്റ് കോളേജസിലും ഉണ്ട്. പക്ഷെ അതൊക്കെ എക്സ്പെൻസീവ് ആണ്. 1 കോടി 1.5 കോടിയൊക്കെ വരുന്ന എക്സ്പെൻസീവ് ആയിട്ടുള്ള വലിയ പ്രോഗ്രാമുകളാണ്. പക്ഷെ നമ്മൾ നാഷണൽ ഒരു എൻട്രൻസ് എക്സാമിന്റെ ലെവലിൽ ചിന്തിക്കുമ്പോൾ അതിലൊന്നും വരുന്നതല്ല. അതിനൊന്നും എൻട്രൻസ് എക്സാമുകളൊന്നും കാര്യമായിട്ടൊന്നുമില്ല. യെസ്, സയൻസ് സ്ട്രീം കഴിഞ്ഞ് പിന്നെയുള്ള സ്ട്രീംസ് ആണ് കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്. സോ അവർക്ക് വേണ്ടുന്ന എൻട്രൻസ് എക്സാം അവർക്ക് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച് പറഞ്ഞ പോലെ തന്നെ ഈ NID എൻട്രൻസ് അല്ലെങ്കിൽ NIFT ഡിസൈൻ ബേസ്ഡ് ആയിട്ട് സംഭവങ്ങളിലേക്ക് അവർക്ക് പോകാവുന്നതാണ്. പിന്നെ ഞാനിപ്പോൾ സംസാരിച്ച NDAയിലുള്ള ആർമി, അതിലേക്ക് അവർക്ക് ഓഫീസർ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ അവർക്ക് ചെയ്യാവുന്നതെന്ന് വെച്ചെങ്കിൽ CA ഫൗണ്ടേഷൻ, ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ ഫൗണ്ടേഷൻ കോഴ്സ്, അത് ഈ പറഞ്ഞ പോലെ അത് ഹ്യൂമാനിറ്റീസിനും കോമേഴ്സിനും അതുപോലെ തന്നെ സയൻസ് സ്ട്രീമുകാർക്കും അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ACCA ഫൗണ്ടേഷനും അവർക്ക് എൻട്രൻസ് എക്സാമിന് എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഹ്യൂമാനിറ്റീസുകാർക്ക് മാത്സ് ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ മാത്സ് അല്ലെങ്കിൽ അവർക്ക് അക്കൗണ്ടൻസി ടച്ച് ഇല്ലാത്ത കാരണം ശകല പ്രയാസമായിരിക്കാം. പക്ഷെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ വെച്ചിട്ട് അവർക്കും ചെയ്യാവുന്നതാണ്. അത് വളരെ ഈ പറഞ്ഞ പോലെ ഒരു CA കാരനൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ, ACCA ഒക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ജോലിയും നമുക്ക് അതിനുള്ള ഒരു സാലറിയും കിട്ടാനുള്ള ഒരു പൊസിഷൻ ഉള്ളതാണ്.
അപ്പോൾ അതും നല്ല ഒരു എൻട്രൻസ് എക്സാം ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ഇവർക്ക് ചെയ്യാവുന്ന ഓപ്ഷൻസ് ഇതൊക്കെ തന്നെയാണ് അവർക്ക് മെയിൻ ആയിട്ട് വരുന്നത്. LLB, അതെ, ക്ലാറ്റിന്റെ എൻട്രൻസ് എക്സാം വരുന്നുണ്ട്. LLB വെച്ചിട്ട് അവർക്ക് ചെയ്യാം. അപ്പം അത് ലോയേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സ് ഒക്കെ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് ചെയ്യാവുന്നതാണ്. അവർക്ക് ഒരുപക്ഷെ ഒരു 5 വർഷത്തെ ഡ്യൂറേഷനിലായിരിക്കും LLB കോഴ്സുകൾ +2 കഴിഞ്ഞിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ ദാറ്റ് ഇസ് ഓൾസോ വെരി ഗുഡ് ഓപ്ഷൻ. യെസ്. CUET എക്സാംസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. CUT എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ച എക്സാമിനെക്കാട്ടൊക്കെ കുറച്ചുകൂടി ഡിഫറെന്റ് ആണ്. കാരണം നേരത്തെ പറഞ്ഞ എക്സാമുകളിലൊക്കെ നമ്മൾ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നായിരിക്കും. ഒരു ബാച്ചിലുള്ള ക്വസ്റ്റ്യൻസ് 2-3 ടൈപ്പിലായിരിക്കും. പക്ഷെ സെയിം മോഡലായിരിക്കും. പക്ഷെ CUT ഡിഫറെന്റ് ആണ്. CUTയിൽ നമ്മൾ പഠിക്കുന്ന കോഴ്സുകൾ, നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്ന കോഴ്സുകൾ, നമ്മൾ ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് പ്ലാൻ ചെയ്യുന്നത്, അതിന്റെ ബേസിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പകരം ചിലപ്പോൾ 30-40 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു വരാം. അപ്പൊ നമ്മൾ ചൂസ് ചെയ്യണം നമ്മൾ ഏത് സ്ട്രീമില് ഏത് യൂണിവേഴ്സിറ്റിയില്. സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലുള്ള ഒരു എൻട്രൻസ് എക്സാം ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ ആ സെൻട്രൽ യൂണിവേഴ്സിറ്റിക്കുള്ള എൻട്രൻസ് എക്സാമിലേക്ക് നമ്മൾ ഓൾറെഡി നമ്മൾ ഒരു സെറ്റ് ഓഫ് യൂണിവേഴ്സിറ്റി നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സ് സെറ്റ് ചെയ്ത് വെക്കണം. അതിന്റെ ബേസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ആൻസർ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇപ്പോഴത്തെ പോപ്പുലർ കോഴ്സസ് ആണ് അഗ്രികൾച്ചർ ആൻഡ് വെറ്റിനറി. അതിനും എന്താണ് എൻട്രൻസ്? നാഷണൽ ലെവലിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നീറ്റ് തന്നെയാണ്. നീറ്റിന്റെ എക്സാം തന്നെയാണ് അതിന് വേണ്ടി വരുന്നത്. പിന്നെ പല ഡീംഡ് യൂണിവേഴ്സിറ്റീസും സെപ്പറേറ്റ് ആയിട്ട് എക്സാം നടത്തുന്നുണ്ട്. സ്റ്റേറ്റ് ലെവലിലും വേറെ കേരളത്തിനാണെന്നുണ്ടെങ്കിൽ LBS വഴിക്കൊക്കെ ഒരു ആപ്ലിക്കേഷൻ എടുക്കുന്നുണ്ട്. പക്ഷേ സെൻട്രൽ ഗവൺമെന്റിന്റെ സംബന്ധിക്കുകയാണെങ്കിൽ നീറ്റ് എക്സാമിന്റെ ക്വാളിഫിക്കേഷനിൽ തന്നെയാണ്. നീറ്റ് എക്സാമിലത്തെ ഏറ്റവും നല്ല മാർക്കുള്ള കുട്ടികൾക്ക് മെഡിസിൻ കിട്ടുന്ന പോലെ തന്നെ അതിന്റെ മാർക്കിന്റെ ബേസിലാണ് അവർ ബേസിക്കലി ഈ അഗ്രികൾച്ചർ അല്ലെങ്കിൽ വെറ്റിനറി സയൻസിന്റെ അഡ്മിഷൻ എടുക്കുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് അപ്പിയർ ചെയ്യുന്ന എക്സാം MBBSന് വേണ്ടി, അതിന്റെ എക്സാം എങ്ങനെ? നാഷണൽ ലെവൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ? ഒറ്റ എക്സാമേ ഉള്ളൂ. അപ്പോൾ എളുപ്പമാണ്. MBBSനെ പറ്റി പറഞ്ഞാൽ ഏറ്റവും എളുപ്പം. കാരണം നീറ്റ് മാത്രം പറഞ്ഞാൽ മതി. 23-24 ലക്ഷം കുട്ടികളാണ് ഓരോ വർഷവും MBBSനായിട്ട് ട്രൈ ചെയ്യുന്നത്. അപ്പൊ നീറ്റ് UG എക്സാം എഴുതുന്നത് അത് നമുക്ക് ഏകദേശം ഒരു മെയ് മാസത്തിലാണ് എക്സാം ഉണ്ടാവുന്നത്. അതില് നമുക്കൊരു 1,10,000 പേർക്കാണ് സീറ്റ് ഇന്ത്യയിൽ കിട്ടുന്നത്. അതിൽ തന്നെ ഒരു എനിക്ക് ഇപ്പൊ അടുത്ത 2026 ആയിട്ട് 15,000-20,000 സീറ്റുകൾ ആഡ് ചെയ്യാനായിട്ട് ഒരു തോട്ട് നടക്കുന്നുണ്ട്. മിക്കവാറും 2026 ആകുമ്പോഴേക്കും ഒരു 1,30,000-30,000 സീറ്റുകളും ഉണ്ടാവാം. 24 ലക്ഷത്തിൽ നിന്നാണ് ഇത്രയും സീറ്റുകൾ വരുന്നത്. അപ്പോൾ ഹൈലി കോമ്പറ്റീറ്റീവ് ആണ്. പക്ഷെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ആ ഒരു അഡ്മിഷൻ പ്രോസസ്സ് തന്നെയാണ്. എന്തായാലും നീറ്റ് വഴിക്കാണ് അതിന്റെ അഡ്മിഷൻ നടക്കുന്നത്. MBBS മാത്രമല്ല, BDS, ഹോമിയോ, നമ്മൾ ആയുർവേദ പോലത്തെ കോഴ്സുകൾ, വെറ്റിനറി പോലത്തെ കോഴ്സുകൾ, അങ്ങനെ ധാരാളം കോഴ്സുകൾ, ഈ ബയോളജി ആയിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ എല്ലാം ഇതിനകത്ത് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ സാർ പറഞ്ഞ പോലെ ഈ മന്ത് നവംബർ തൊട്ട് തന്നെ പല എൻട്രൻസ് എക്സാംസിന്റെയും ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി. അപ്ലൈ ചെയ്യാനായിട്ട് കുട്ടികൾ അല്ലെങ്കിൽ പാരന്റ്സും സ്റ്റുഡൻസും എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? യെസ്, പഠിക്കുക എന്നുള്ളതാണ് കുട്ടികൾ ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം. ഇതിന്റെ ഈ ആപ്ലിക്കേഷൻസിനൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും കണ്ടിട്ടുള്ള എന്തെങ്കിൽ കുട്ടികളുടെ ഈ ആധാർ കാർഡിന്റെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ ആധാർ കാർഡിൽ മിക്കവാറും അവരുടെ ഫോൺ നമ്പർ പാരന്റ്സിന്റെയോ അല്ലെങ്കിൽ അന്ന് എടുക്കുന്ന സമയത്ത് ഉള്ള ഒരു നമ്പർ ആയിരിക്കും OTP കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക. പക്ഷെ ആ നമ്പർ ഇപ്പൊ അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഒക്കെ സ്റ്റക്ക് ആവും. അപ്പം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായിട്ട് മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ ആ മൊബൈൽ നമ്പറിലേക്ക് മാറ്റി വെക്കുക. ഇൻ കേസ് പാരന്റ്സിന്റെ ആണെങ്കിൽ പാരന്റ്സ് നാട്ടിലെ അല്ലെങ്കിൽ ഈ OTP ആവശ്യ സമയത്തൊക്കെ തരാനുള്ള ഡിസ്റ്റൻസിലോ അല്ലെങ്കിൽ വിളിപ്പുറത്തുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് ചെയ്തു വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് നമ്പർ മേടിച്ചിട്ട് അതിലേക്ക് ഒരു ആ നമ്പർ ആധാറായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം ചെയ്യേണ്ടത്. രണ്ടാമത് നിങ്ങളുടെ ഫോട്ടോസ്, നിങ്ങളുടെ കുഞ്ഞുങ്ങളായ സമയത്തുള്ള ആധാർ കാർഡൊക്കെ ആയിരിക്കും. ആ ഫോട്ടോ ഇപ്പോഴത്തെ റീസെന്റ് ഫോട്ടോ മാച്ച് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഫോട്ടോ ഒന്ന് നിങ്ങൾ റീസെന്റ് ആയിട്ടുള്ള ഫോട്ടോ അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിലത്തെ പേര്, പാരന്റ്സിന്റെ പേര്, നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റിന്റെ പേര്, ആധാർ കാർഡിലത്തെ പേര്, ഇതെല്ലാം ഒന്നാക്കി വെക്കാൻ ശ്രമിക്കുക. കാരണം ഇതൊക്കെ ഇതില്ലാന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും. എക്സ്പ്ലനേഷൻ കൊടുക്കാൻ നമുക്ക് പോകുമ്പോൾ ഒരു പഞ്ചായത്തിന്റെ ഡോക്യുമെന്റ് മേടിക്കും, വില്ലേജ് ഡോക്യുമെന്റ് മേടിക്കും. ഇതൊക്കെ മേടിച്ച് വരുമ്പോഴേക്കും നിങ്ങളുടെ ഡെഡ് ലൈൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. നിങ്ങളൊരു വർഷം നഷ്ടപ്പെടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പാനിക് മോഡ് ആകുമ്പോഴും ഉള്ള ഒരു പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ മൈനോറിറ്റി സർട്ടിഫിക്കറ്റുകൾ, ഇപ്പോൾ SC ST OBC അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ് സർവീസ്മാൻ, ESI, ഹാൻഡിക്യാപ്ഡ്, ഇങ്ങനെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് എലിജിബിലിറ്റി വരാൻ ചാൻസ് ഉള്ള സർട്ടിഫിക്കേഷൻസ്, ആ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ റെഡിയാക്കി വെക്കുക. ഒരുപക്ഷെ കുട്ടികളിനെക്കാട്ടും കൂടുതൽ പാരന്റ്സിനായിരിക്കും കുറച്ച് ഇതിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കുക. കാരണം കുട്ടികൾ ഇനി പഠിക്കേണ്ട സമയങ്ങളാണ്. ജനുവരി മുതൽ അവരുടെ എൻട്രൻസ് എക്സാമുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. പ്ലസ് അവരുടെ +2 എക്സാം കൂടി അവർക്ക് ചെയ്യണം. സോ ദേ വിൽ ബി ടോട്ടലി ഫോക്കസ്ഡ് ആയിരിക്കും. എന്റെ മോളും ഇപ്രാവശ്യം +2 ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. അപ്പൊ എനിക്കറിയാം അവളുടെ തലയിൽ ഇപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പം റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ പോലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ക്രോസ് ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ തലയിൽ ബേസിക്കലി മുഴുവൻ നിൽക്കുന്നതും ഈ എൻട്രൻസ് എക്സാമുകളുടെ ഭാരമാണ്. ഇപ്പൊ പാരന്റ്സ് നിലയ്ക്ക് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അപ്ലിക്കേഷന്റെ കാര്യങ്ങളൊക്കെ പാരന്റ്സിന്റെ ഭാഗത്ത് സപ്പോർട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ
കുട്ടികൾ അതൊരു പഠിക്കട്ടെ, അവർക്ക് എൻട്രൻസ് എക്സാം എഴുതട്ടെ, എല്ലാവർക്കും നല്ല വിജയം കിട്ടാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാം. താങ്ക് യു സോ മച്ച് സർ.